بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യനായ ഉസ്താദ്, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മളെല്ലാവരും ഒരുപാട് ബന്ധങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ ബന്ധങ്ങളിലെ ഏറ്റവും പവിത്രമായതും ഏറ്റവും നിർബന്ധമായതുമായ ബന്ധം നമ്മുടെ കുടുംബമാണ്. ബന്ധത്തെ അതിന്റെ പവിത്രതയിൽ തന്നെ കാത്തു സൂക്ഷിക്കണമെന്നതാണ് പരിശുദ്ധ മതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ സത്യസന്ധമായ എല്ലാ ഭാവങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം. രണ്ട് മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളിൽ സത്യസന്ധത നഷ്ടപ്പെടുന്ന കാലം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടയാളം എൻ്റെ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഒരു നിമിഷം നമ്മൾ ഒരു വിചാരണ നടത്തിയാൽ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് പരിപൂർണമായും നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യരിൽ മാത്രമല്ല അള്ളാഹു ഇതുപോലെ ബന്ധങ്ങൾ വെച്ചിട്ടുള്ളത്. ഏത് സാധനത്തിലും അള്ളാഹു ബന്ധങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ബന്ധങ്ങൾക്കിടയിലെ ഒരു കെമിസ്ട്രി അഥവാ ഒരു കാന്തിക വലയം, അദൃശ്യമായ ഒരു സംയോജിപ്പിക്കൽ, ഒരു സമന്വയിപ്പിക്കൽ, ഒരു കൂട്ടിക്കെട്ടൽ എല്ലായിടങ്ങളിലും ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ഹാളിലേക്ക് കടന്നു വന്നപ്പോ മിക്കവാറും എല്ലാവരും ചെരുപ്പ് പുറത്ത് അഴിച്ചു വെച്ചിട്ടാണ് കടന്നു വന്നത്. വലത് കാലിലും ഒരു ചെരുപ്പുണ്ട്, ഇടത് കാലിലും ഒരു ചെരുപ്പുണ്ട്. രണ്ട് കാലുള്ള ആള് രണ്ട് ചെരുപ്പായിട്ട് വന്നത്. ഒരു ചെരുപ്പായിട്ട് വന്ന ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. ആ രണ്ട് ചെരുപ്പുകൾക്കിടയിൽ പോലും അള്ളാഹു ഒരു കാന്തിക ബന്ധം വെച്ചിട്ടുണ്ടെന്ന. ഈ രണ്ട് ചെരുപ്പിൽ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ മറ്റേ ചെരുപ്പ് ആ ചെരുപ്പിന്റെ ഉടമസ്ഥന്റെ കൂടെ ഒരു പക്ഷേ തിരിച്ച് ഉടമസ്ഥൻ പോകുന്നിടത്തേക്ക് പോവില്ല. കാണാതെ പോയ മറ്റേ ചെരുപ്പിനെ കാത്തിവിടെ കിടക്കണം. ഇന്നതാണ് അതിന്റെ ഒരു വശം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഒരു കെമിസ്ട്രി അള്ളാഹു വെച്ചിട്ടുണ്ട്. വെള്ളം എന്നതിന്റെ ശാസ്ത്രനാമം H2O എന്നതാണ്. ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. കടലാസ് കത്തുന്ന പോലെ കത്തേണ്ട ഹൈഡ്രജൻ പെട്രോള് കത്തുന്ന പോലെ കത്തേണ്ട ഓക്സിജനുമായി സംയോജിച്ചോടുത്ത് അള്ളാഹു വെള്ളം എന്നതിന്റെ മൂലകം അല്ലെങ്കിൽ വെള്ളം എന്നതിന്റെ കണത്തെ അള്ളാഹു താഴെ വെച്ചിരിക്കുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ആളിക്കത്തല ഉണ്ടാവേണ്ടത്. രണ്ടും കത്തുന്നതാണ്. ഒരെണ്ണം ആളിക്കത്തുന്നതാ, കത്താൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ. പക്ഷേ കത്തിവരുന്ന വലിയ തീനാളങ്ങളെ അണച്ചു കളയാനാ ഇതിന്റെ സംയോജിത രൂപത്തെ, അതായത് വെള്ളത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും തമ്മിലുള്ള കെമിസ്ട്രി ഇല്ലാതാവുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധങ്ങൾക്കിടയിൽ അല്ല വെച്ചിരിക്കുന്ന ഒരു കാന്തിക വലയുണ്ട്. അത് ഇല്ലാതാകും. അത് ലോകാവസാനത്തിന്റെ അടയാളം. കടല് കത്തിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണ് ഈ കടല് കത്തൽ ഉണ്ടാവുക? കടൽ കത്തൽ ഉണ്ടാവുന്നത് അതിന്റെ ഇടയിലെ ആ രാസഘടനയിൽ വരുന്ന മാറ്റം, ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു അദൃശ്യമായ ഒരു കൂട്ടിക്കെട്ടലുകൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിക്കല. കടൽ കത്ത എന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഇതുപോലെ ഒരു പരസ്പര ബന്ധം വെച്ചിട്ടുണ്ട്. ഈ ബന്ധം വാപ്പയും മക്കളും തമ്മിൽ ഇന്ന് ഉണ്ടോ? ഈ ബന്ധം മക്കളും ഉമ്മായും തമ്മിൽ ഉണ്ടോ? ഈ ബന്ധം സഹോദരങ്ങൾക്കിടയിലുണ്ടോ?
അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കണ്ടെത്താൻ വേണ്ടി അവന്റെ സൃഷ്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള അത്ഭുതം അവൻ വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ. ഒരു ഇണയെ തന്റെ മറ്റേ ഇണ അന്വേഷിക്കുന്നതും തേടുന്നതും സ്നേഹം പങ്കിടുന്നതും നമ്മൾ കാണാറുണ്ട്. കാട്ടിലെ രാജാവ് എന്ന പദവിയിൽ സിംഹത്തെ വാഴിക്കപ്പെടുന്ന ഒരു നിയമ തത്വ സംഹിതകളിലൂടെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ സിംഹത്തെ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു പ്രധാന കാരണം കുടുംബജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതം പോലെ തന്റെ ഇണയോട് അത്ര കണ്ട് പ്രതിബദ്ധത ആ ജീവി നിലനിർത്തുന്നു എന്നതാണ് ആ ഒരു പദവിയിലേക്ക് അതിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ കാന്തിക ബന്ധത്തിന്റെ പവിത്രതയെ സൂക്ഷിക്കുന്നു എന്ന് അള്ളാഹു മഹാ അത്ഭുതങ്ങൾ പറയുന്നുണ്ട് ഖുർആനിലൂടെ. അതായത് എല്ലാത്തിലും ഈ കാന്തിക ബന്ധം ഉണ്ട് അവന്റെ സൃഷ്ടികളിൽ എന്ന് പറയുന്ന മഹാത്ഭുതം. അത്ഭുതക്രിയ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഖുർആന്റെ അത്ഭുതം സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. നമ്മളൊരു അത്ഭുതം കാണുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമാണ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആയിരുന്നു, സുബ്ഹാനല്ലാഹ്. തഅജ്ജുബിന്റെ സീഗയാണിത്. അത്ഭുതത്തെ കുറിക്കുന്ന അറബി ഭാഷയിലെ ഒരു വല്ലാത്ത പ്രയോഗമാണിത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അത്ഭുതം പറയട്ടെ, അല്ലാഹു എത്ര വിശുദ്ധൻ. ഖലഖൽ അസ്വാജ കുല്ലഹാ, അവന്റെ സൃഷ്ടികളിൽ അവൻ ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജോഡി മുഴുവൻ അവന്റെ സൃഷ്ടിപ്പ. ഞാൻ നേരത്തെ ചെരുപ്പ് കൊണ്ട് തുടങ്ങിയ കഥ പോലെ ജോഡി മുഴുവനും അവന്റെ സൃഷ്ടിപ്പ. ഇടതിന് വലതുണ്ട്, മുകൾ ഭാഗത്തിന് താഴ്ഭാഗമുണ്ട്, മുൻവശത്തിന് പിൻവശമുണ്ട്. എല്ലാം എവിടെ നോക്കിയാലും അല്ലാത്ത മുഴുവനും ജോഡി പോലെ തോന്നും. അതൊരു അത്ഭുതമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വമിൻ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിൽ നോക്കിയാലും ഈ ജോഡി കാണാം. കണ്ടോ, മൂക്കിൽ 2 ദ്വാരം, ചുണ്ട് 2. ജോഡി അല്ലാതെ തോന്നിയത് നാവും ഗുഹ്യഭാഗവും മാത്രമേ ഉള്ളൂ. പഠിച്ചാൽ അത് ഒരെണ്ണം കൊടുത്തിട്ട് തന്നെ ഉണ്ടാവണ ഫിത്തിനെ തടുക്കാൻ പറ്റണില്ല. ഇനി അത് 2 എണ്ണം വീതം ഉണ്ടായിരുന്നു എവിടത്തേനെ. പക്ഷെ അതും അതിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അതിനും ഒരു ജോഡി തരംഗം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും എല്ലാ സൃഷ്ടികൾക്കിടയിലും ഒരു കാന്തിക ബന്ധം, അവൻ പാരസ്പര്യ ബന്ധം വെച്ചിട്ടുണ്ട്. അത്ഭുതം കേൾക്കണോ? വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹുൻ നഹാർ ഫഇദാ ഹും മുദ്ലിമൂൻ. അല്ലാഹു രാത്രിയുടെ ഉള്ളിൽ നിന്നും പകലിനെ ഊരിയെടുത്തു. രാത്രിയുടെ ഉള്ളിൽ ബേസ് ഇരുട്ടാണ്. ആദ്യം ഉണ്ടായത് ഇരുട്ട. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച രാവ് എപ്പോഴാ? വ്യാഴം അസ്തമിച്ചിട്ട് ആദ്യം ഉണ്ടായത് ഏതാണ്? ആദ്യത്തേത് രാവാണ്. രാവിന് ശേഷം വന്നതാണ് വെളിച്ചം. വന്നപ്പോഴേ ഇരുട്ട് പോയത്. അതിനാ പകലെന്ന് പറയാം. അള്ളാഹു പറയുന്നു, ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ അള്ളാഹു അങ്ങോട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഇരുട്ടിലാം. അള്ളാഹു അത് ഊരിയെടുത്തു. ഇനി നോക്കിക്കോട്ടോ, പിന്നെ കാണാം കയറിട്ട് വലിച്ചു കെട്ടിയതല്ല, ടൺ കണക്കെ ഭാരമുള്ള സൂര്യൻ അതിന്റെ ഭ്രമണ പരിക്രമണ പദത്തിലൂടെ സഞ്ചരിക്കുന്നതും. അസീസും അലീമുമായ അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ അടയാളമാ സൂര്യൻ ഇങ്ങനെ പോണത്. ഇന്നലെ പോയത് സൂര്യൻ ഏത് വേഗതയോ അതേ വേഗതയിൽ എന്നും പോകുന്നത്. അതിനൊരു കെമിസ്ട്രി അല്ല വെച്ചിട്ടുണ്ട് അതിന്റെ സഞ്ചാരപഥത്തോട്. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽഉർജൂനിൽ ഖദീം. പടച്ച തമ്പുരാൻ ചന്ദ്രനെ ഇടങ്ങൾ ഘട്ടങ്ങൾ സൃഷ്ടിച്ചു. 28 ഘട്ടങ്ങൾ ഉണ്ടെന്നാണ്. മനാസിൽ
അതിൽ 14 ആദ്യം വരും, പിന്നെ ശേഷം 14 വരും. 14-ലെത്തുമ്പോൾ ചന്ദ്രൻ പൂർണ്ണമാകുന്നു. പൗർണമിയും അമാവാസിയും ചന്ദ്രന്റെ പരിപൂർണത എത്തിക്കഴിഞ്ഞാൽ ഒരു ഈത്തപ്പനയുടെ തടി മുറിച്ചപ്പോൾ കണ്ട വട്ടം പോലെ, ഒരു വാഴപ്പിണ്ടി വെട്ടിയെടുത്തപ്പോൾ വന്ന വൃത്താകൃതി പോലെ ചന്ദ്രനായിത്തീരും. ഇതിന്റെ ഇടയിൽ ഈ ചന്ദ്രന്റെ ദൈനംദിന ചര്യകൾക്കും അതിന്റെ സഞ്ചാരത്തിനും അള്ളാഹു ഒരു കെമിസ്ട്രി വെച്ചിട്ടുണ്ട്, ഒരു അദൃശ്യ ബന്ധം വെച്ചിട്ടുണ്ട് അതിന്റെ ഭ്രമണപഥത്തോട്, പരിക്രമണ പഥത്തോട്. ഇനി കേട്ടോളൂ. സൂര്യൻ പോകുന്നോടത്തോടെ സൂര്യൻ പോകുന്നു, ചന്ദ്രൻ പോകുന്നോടത്തോടെ ചന്ദ്രൻ പോകുന്നു. സൂര്യൻ ചന്ദ്രനെ കീഴ്പ്പെടുത്താനോ ചന്ദ്രൻ അമർച്ച ചെയ്യാനോ ചന്ദ്രന്റെ വഴിക്ക് വരാറില്ല. പിന്നെ അങ്ങനെ അവനവന്റെ വഴിയും വിട്ട് അപ്പുറത്തേക്ക് പോയത്, ഈ ബന്ധം വിട്ടുപോയത് മനുഷ്യന്മാരുടെ ഇടയിലെ ചന്ദ്രനും അല്ലാത്തവനും ഒക്കെയാണ്. സൂര്യൻ സൂര്യന്റെ വഴിക്ക് പോണു, ചന്ദ്രൻ ചന്ദ്രന് നിശ്ചയിച്ചു കൊടുത്തോടെ പോകുന്നു. അവിഹിത ബന്ധങ്ങളിലേക്ക് മനുഷ്യര് പോകുന്നുവെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും മതപ്പതിച്ചത് മനുഷ്യനായതുകൊണ്ടാണ്. ഏത് മനുഷ്യനാ ഇതിന്റെ ആവശ്യം? ഹബീബായ നബിതങ്ങൾ പരിശുദ്ധ മിഅ്റാജിന്റെ അനുഗ്രഹാനുഭൂതിയിൽ 1-ാം ആകാശത്ത് വെച്ച ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ മുന്നിൽ 2 പാത്രം നിരത്തി വെച്ചിരിക്കുന്നു. 1-ാമത്തെ പാത്രത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്, ചൂട് വമിക്കുന്ന ഭക്ഷണമുണ്ട്. 2-ാമത്തെ പാത്രത്തിൽ ചീഞ്ഞളിഞ്ഞ ഭക്ഷണമാ. ആ പാത്രത്തിന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ പട്ടിണി അറിയാൻ കഴിയും. അത്ഭുതം പറയട്ടെ, ആ പട്ടിണിയിലും പരിവട്ടത്തിലും അവർ ആർത്തിയോടെ വാരി വലിച്ചു തിന്നുന്നത് ചീഞ്ഞളിഞ്ഞ ഭക്ഷണം. ജിബ്രീലേ, ഇവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഹലാലായ വഴികൾ ഉണ്ടായിരുന്നു. ഹലാലായ നിലക്ക് അവനൊരു സ്ത്രീ ബന്ധമുണ്ടായിരുന്നു, ഹലാലായ നിലക്ക് അവൾക്കൊരു പുരുഷ ബന്ധമുണ്ടായിരുന്നു. അതവളുടെ ഭാര്യ, ഭർത്താവാണ്, അവന്റെ ഭാര്യയാണ്. അത് ഉണ്ടായിരിക്കെ വേറെ വഴിക്ക് വ്യതിചലിച്ചവർ, അവരാണ് ഹറാമ് തേടിപ്പോയവർ. നബിയേ സയ്യിദുനാ ജിബ്രീൽ. ഇത് മനുഷ്യരിലാ ഉള്ളത്. മനുഷ്യൻ അധപ്പതിക്കുന്നു. കേട്ടോളൂ. വലല്ലൈലു സാബിഖുൻ നഹാർ. ഒരിക്കലും പകല് തീരുന്നതിന് മുമ്പേ രാവ് വരാറില്ലല്ലോ. രാവ് അതിന്റെ പരിപൂർണത എത്തുന്നതിന് മുന്നേ പകല് വന്ന് കയറാറില്ലല്ലോ. വകുല്ലൂ ഫീ ഫലകി യസ്ബഹൂൻ. അള്ളാന്റെ സൃഷ്ടികളിൽ ഓരോന്ന് അതിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക, ഏൽപ്പിച്ചത് ചെയ്യാ. നമ്മൾ മാത്രം അതിന്ന് പോയി. ഒരു വലയോണ്ട്, നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിൽ കോഴീനെ വളർത്തുന്നുണ്ട് നമ്മൾ. ഈ കോഴിയോട് ആരെങ്കിലും രാവിലെ കൂട് തുറന്നു വിടുമ്പോ പറയാറുണ്ടോ, വൈകുന്നേരം 6 മണിക്ക് മഗ്‌രിബ് ബാങ്ക്, 6:30, 6:45 ബാങ്ക് വിളിക്കും, അതോടുകൂടെ ഇരുട്ട് വരണനുസരിച്ച് ഈ കൂട്ടിൽ വന്ന് കയറിക്കൊള്ളണം, പറയാറുണ്ടോ? ഇല്ല. ബാങ്കിന്റെ ടൈം ഇങ്ങനെ 6:04, 6:05, 6:15, 6:30, 6:45 ഇങ്ങനെ മാറി മാറി വരും. ഒരിക്കലും ഈ ബാങ്കിന്റെ സമയം കോഴി കാണാറില്ല. ഇന്ന വരെ ഒരു ക്ലോക്ക് നോക്കി സമയം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ അതിനറിയാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വരേണ്ട സ്ഥലം ഏതാന്നുള്ളത്. എന്ന നിഷ്കളങ്കനായ മനുഷ്യനായിരുന്ന കാലഘട്ടത്തിൽ അവന്റെ സമാധാനം എവിടെ, അവന്റെ അന്നം എവിടെ? അതിലേക്ക് അവൻ മുഖം തിരിക്കുന്നോടത്തൊരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടായിരുന്നു. എത്ര വലിയ സങ്കടത്തിലും ഉമ്മ അവനെ ചേർത്ത് പിടിച്ച നിമിഷത്തിൽ പാതിരാവിന്റെ കൂരിരുട്ടിലെ ഉറക്കച്ചട പോലും ഉമ്മ മറന്നതാ നിഷ്കളങ്കത കണ്ടപ്പോഴാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യന്റെ നിഷ്കളങ്കതയിൽ അവൻ പോണ്ട വഴി അതാന്ന് അവന് കൃത്യമായിട്ട് അറിയാം. കളങ്കം വന്ന മനുഷ്യൻ ഇന്നലെ കേട്ടു,
നമ്മുടെ കൊടുങ്ങല്ലൂരിന് പരിസരത്തെ ഒരു സ്കൂളിൽ ജുമുഅ നിസ്കരിക്കാൻ പോകാൻ ആൺകുട്ടികൾക്ക് ടോക്കൺ, ഏത് സ്കൂളാന്ന് നിങ്ങൾക്കറിയാലോ, ടോക്കൺ കൊടുത്തിട്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒരു ഫാദറാണ്. അദ്ദേഹം തൊട്ടടുത്ത മസ്ജിദിന്റെ കവാടത്തിന്റെ അപ്പുറത്തെ കടയുടെ ഭാഗത്ത് കടത്തിണ്ണൽ ഇങ്ങനെ മാറി നിൽക്കും. ലോഹയൊക്കെ മാറ്റി അദ്ദേഹത്തിന്റെ സാധാരണ വേഷത്തിൽ നിൽക്കും. ഈ ടോക്കൺ മേടിച്ച കുട്ടി പള്ളിയിലേക്കാണോ പോണേന്ന് അറിയാൻ വേണ്ടി ഈ കാന്തിക ബന്ധം വിട്ടു. മനുഷ്യർക്കിടയിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ആദർശ ബന്ധം ആ റൂട്ടിൽ നിന്ന് മാറിയത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ഒരു സിംഹം സിംഹത്തെ കടിച്ചു കീറി കൊന്നു തിന്നത് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? വളരെ റയറാണ്. കന്നുകാലിയെ കുത്തിക്കൊന്ന് തിന്നത് കേട്ടിട്ടുണ്ടോ? എന്നാൽ കൊലപാതകത്തിൽ മനുഷ്യൻ എന്ന പോലെ എവിടെയല്ല അല്ല വെച്ചിരിക്കുന്ന വലയം വിട്ടത് സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല, മനുഷ്യൻ മാത്രമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു രസകരമായൊരു ബന്ധമാ വച്ചത്. 2 മാസം പട്ടിണി കിടന്ന വീട്ടിലും വിശപ്പിന്റെ ഒരു ദീനരോധനങ്ങൾ കേട്ടിട്ടില്ല, ഇല്ലായ്മയുടെ സങ്കടങ്ങൾ കേട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ കുടുംബം, തുകൽപാത്രത്തിൽ അല്പം വെള്ളോ ഒരല്പം കാരക്ക ഉണ്ടായി, അതിനപ്പുറത്തേക്ക് ഒരു സമ്പാദ്യ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. പറഞ്ഞു പോയതാണ് ആയിഷ റളിയല്ലാഹു അൻഹ, പറയണമെന്നോർത്തതല്ല. ഇല്ലായ്മയിലും അവർക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത് റബ്ബ് കൊടുത്ത ഒരു കാന്തിക ബന്ധമായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, കഷ്ടപ്പെട്ടു അവൾ ഒരുപാട്. ആർക്ക് വേണ്ടി? അവളുടെ ഭർത്താവിന് വേണ്ടി. അതിലൊരു സന്തോഷം വേണി ചോദിക്കല്ലോ, നീ അടങ്ങേറായല്ലേ, എന്റെ ഇക്കാക്ക് വേണ്ടിയല്ലേ എന്ന് പറയുന്നതിൽ ആ ചോദ്യം കൊടുക്കുന്ന ഒരു സന്തോഷം, ആ ഉത്തരത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു സന്തോഷം. ഇങ്ങനെ ഒരു ബന്ധം നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആലോചിക്കണം, അതിനെന്തപ്പോ ഉസ്താദ് പരിഹാരം? മുട്ടുകാലിന് തേമാനം വന്നു കഴിഞ്ഞാൽ പരിഹാരമുണ്ട് അല്ലേ? വേറെ ഏതെങ്കിലും ഇടങ്ങേറ് വന്ന് അതിന് പരിഹാരമുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടല്ലോ. ഇതിന് പരിഹാരം ദുആ, ഇതിന് പരിഹാരം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വഴിക്ക് ജീവിക്കാ. മണ്ണിനോട് മനുഷ്യനൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധ? റിയൽ എസ്റ്റേറ്റിന്റെ ബന്ധമല്ല, മണ്ണിനോടുള്ള ബന്ധം. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു പിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയിരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ഒരു ബന്ധമാണത്, മണ്ണിനോടുള്ള ബന്ധം. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. എല്ലാവരും ആദമിന്റെ, ആദം മണ്ണിന്റെ ആണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മണ്ണിനോടൊരു ബന്ധമുണ്ട്. എവിടെ മണ്ണേ ഉള്ളൂ, ആ മണ്ണിലേക്ക് അലിയേണ്ട ഒരു കെമിസ്ട്രി മനുഷ്യനിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് മണ്ണിനോടുണ്ടവന്. എവിടെ മണ്ണിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, മണ്ണിൽ ചവിട്ടി നടക്കുന്നു. മണ്ണ് ഇല്ലാത്തത് കൊണ്ട് മനുഷ്യന് ജീവിക്കൽ പ്രയാസമെന്ന് തോന്നിക്കുന്നതായിരുന്നു. ഭൂമിക്ക് ഘടന കൊടുക്കാൻ അള്ളാഹു മണ്ണിനെ തെരഞ്ഞെടുത്തത്. ഇബ്ലീസിന്റെ വാദത്തെ അള്ളാഹു പൊട്ടിച്ചു കളഞ്ഞത് എവിടെയാണ്? ഇബ്ലീസ് പറഞ്ഞു മണ്ണിനാൽ പടച്ച ആദമാണ്, മണ്ണിനാൽ പടച്ച ആദമിനേക്കാളും ഖൈറ് തീനാൽ പടച്ച ഞാനാ. അള്ളാഹു തീനേക്കാളും ഉപകാരം മണ്ണ് മുഖേന എന്ന രീതിയിൽ മനുഷ്യ ജീവിതത്തെ, ഭൂമിയിലെ ജീവിതത്തെ സജ്ജമാക്കി ഇബ്ലീസിന് മറുപടി കൊടുത്തു എന്ന് മഹാനായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബഖറയുടെ തഫ്സീർ പറയുന്നതാണ്. മണ്ണിനോടൊരു ബന്ധമെന്ന പോലെ അവനോട് ലയിച്ചു നിൽക്കേണ്ട ബന്ധമാ അവന്റെ ഭാര്യ. പെണ്ണിനോടും ഒരു ബന്ധമാ. മണ്ണിൽ നിന്നും മനുഷ്യൻ, പുരുഷനിൽ നിന്നും പെണ്ണ്. എവിടുന്നാ? അവരും ഇവിടെ വാരിയല്ല, നമ്മുടെ ഇടനെഞ്ച് എങ്ങനെ പിടയ്ക്കുന്നുവോ അതുപോലെ ആ സ്പന്ദനം നമ്മൾ അറിയുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ അംശത്തരണം. ഈ കയ്യിലൊരു കൊതുക് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയും, അതിന്റെ വേദന ശരീരം മൊത്തം അനുഭവിക്കും. അവരുടെ ശരീരം നമ്മുടെ ശരീരത്തിന്റെ ഒരു അംശമാണ്. ആ വേദന നമ്മൾ സ്വാഭാവികമായും ഇവിടെ അറിഞ്ഞിരിക്കും. ഒരു ബന്ധമാണിത്. അതിന്റെ ഇടയിൽ മൊബൈൽ ഫോണിന്റെ റേഞ്ച് പിടിക്കുന്ന പോലെ ഒരു മൊബൈൽ മറ്റൊരു മൊബൈലിലേക്ക് നെറ്റ്വർക്കിൽ കണക്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഒരു ബന്ധമുണ്ട്.
ഇവിടുന്ന് മിസ് കോള് അടിച്ചാൽ അവിടെ അത് റിങ് ചെയ്തെന്ന് ഇവിടുന്ന് മനസ്സിലാവും. വാട്സാപ്പ് മെസ്സേജിലെ ബ്ലൂടിക്ക് അവിടെ എടുത്താൽ ഇവിടെ അത് മനസ്സിലാവും. ഒരു ബന്ധമുണ്ട് എല്ലാത്തിന്റെ ഇടയിൽ. എന്നാൽ ഭാര്യയെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. മക്കളും ഉമ്മയും തമ്മിലൊരു ബന്ധമുണ്ട്. ഒരു കുട്ടി വഴി പിഴയ്ക്കുന്നത് ആദ്യം അറിയുന്നത് ഉമ്മയാണ്. ഉമ്മക്കത് ചോദ്യം ചെയ്യാനുള്ള അർഹത ഇല്ലാതെ പോകുമ്പോഴാണ് ആ വഴി പിഴയ്ക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ മുഖം വാടിയ കാരണം എന്തെന്ന് ഉമ്മക്ക് മനസ്സിലാവാതെ. കാരണം ആ കുട്ടിയുടെ വിദ്യാലയം ഈ ഉമ്മയാണ്. ഈ ഉമ്മയിൽ നിന്നും പകർന്നതാണ് കുട്ടിയുടെ പ്രകൃതം. ആദ്യത്തെ മദ്രസ ഉമ്മയെന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് പകർന്ന പ്രകൃതം ആ പകർന്നു കൊടുത്തവൾക്ക് ആദ്യം തിരിയും. പിന്നെ എന്തുകൊണ്ടത് ഉമ്മ അറിഞ്ഞില്ല എന്നൊക്കെ പറയാ. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ, അത് അലാറം വെക്കാൻ കൊണ്ടുപോയ ഫോണായിരുന്നു, അത് വഴിയാണ് ബാക്കി നടന്നേന്ന് പറയുന്നത് ഉമ്മാക്ക് എന്തൊക്കെയോ കുട്ടിയുടെ മുന്നിലോ ഉപദേശത്തിന്റെ അർഹത പോയത് കൊണ്ടാണ്. ഉമ്മയുടെ എന്തോ സീക്രട്ട് കുട്ടിക്ക് അറിയാം, അല്ലെ അതിനുള്ള യോഗ്യത ഉമ്മാക്കില്ലാതെ പോയത് കൊണ്ടാണ്. അപൂർവം ചില കാര്യങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ഈ കാന്തിക ബന്ധം പോയി. മനുഷ്യന്റെ ബന്ധങ്ങൾ അവൻ ലയിച്ചു ചേരേണ്ട, അലിഞ്ഞു ചേരേണ്ട മണ്ണോട് എന്ന പോലെ അവന്റെ കുടുംബിനിയോട്, അവന്റെ വാരിയെല്ലിനോട് ഉണ്ടാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹു ഉണ്ടെന്ന ഓർമ്മ വരണോ? അനുരാഗമാണ് അതിന്റെ അടയാളമെന്ന് ഖുർആൻ. പരിശുദ്ധമായ ഹറാമല്ലാത്ത പ്രണയമാണ് അല്ലാഹു ഉണ്ടെന്നതിന്റെ തെളിവ് എന്ന് പരിശുദ്ധ ഖുർആൻ. വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് എന്തെന്നറിയുമോ? അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ നിങ്ങളുടെ കുടുംബിനിയെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ് അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് എന്ന് പരിശുദ്ധ ഖുർആൻ. കുടുംബിനിയോട് നമുക്ക് ആത്മാർത്ഥമായ ബന്ധം വരുമ്പോ, അവിടുന്ന് തിരിച്ചും വരുമ്പോ നമ്മുടെ ഏത് നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം അവളുടെ അടുക്കൽ ചെല്ലുമ്പോൾ കിട്ടുന്നു എന്ന് പറഞ്ഞത് അവളെയും നമ്മളെയും പടച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിന്റെ മുമ്പുള്ള ആയത്ത് വളരെ രസകരമായ രീതിയിൽ അല്ലാഹു പറയാ, നിങ്ങളെ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഒമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്. ആണുങ്ങളോട് പറഞ്ഞു നിങ്ങളെ പടച്ചത് മണ്ണിൽ നിന്നാണ്. പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പെണ്ണിനെയും പടച്ചു സമാധാനം കിട്ടാൻ വേണ്ടി എന്ന്. ഈ സമാധാനം ആ കാന്തിക ബന്ധത്തിലൂടെ ഇങ്ങോട്ട് കടക്കാം. ഒരു ചിരിയിലൂടെ 4 മഹാ നേട്ടങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. സമാധാനം കൊടുക്കുന്ന പെണ്ണ് അതിൽപ്പെട്ട ഒരു നേട്ടമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറദ് ദുനിയാ വൽ ആഖിറ. 4 കാര്യങ്ങൾ ഒരാൾക്ക് കിട്ടിയാൽ ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. അല്ലാഹു തരട്ടെ. ഈ 4 എണ്ണം കിട്ടിയ ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. ദുനിയാവ് കിട്ടാൻ ഫോർച്യൂണർ വേണ്ട, ദുനിയാവ് കിട്ടാൻ വലിയ വലിയ മണിമന്ദിരങ്ങൾ വേണ്ട, ദുനിയാവ് കിട്ടാൻ ആഖിറം കിട്ടാൻ 4 എണ്ണം മതി. ദുനിയാവും ആഖിറവും കിട്ടുമെന്നല്ല പറഞ്ഞത്. ദുനിയാവിൽ കിട്ടാവുന്നതിന്റെ ഏറ്റവും നല്ലത് കിട്ടി, ആഖിറത്തിൽ കിട്ടാവുന്നതിന്റെയും ഏറ്റവും നല്ലത് കിട്ടി. ഈ 4 എണ്ണം കിട്ടിയാൽ മതി. ഖൈറുദ് ദുനിയം ഖൈറുൽ ആഖിറയാ പറഞ്ഞത്. ഈ 4 എണ്ണം ഉണ്ടായാൽ മതി. ഒന്നാമത്തേത് ഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഹൃദയം. അല്ലാഹു തരട്ടെ. നന്ദിയുള്ള ഹൃദയം, ആരോടും നന്ദി വേണം, ആരെ മറക്കരുത്. രണ്ടാമത്തേത് വല്ലിസാനുൻ ദാകിറുൻ, പറയുന്നത് മുഴുവൻ അല്ലാഹുവിന്റെ അടുക്കൽ ദിക്ർ ചൊല്ലിയ കൂലി കിട്ടുന്ന വർത്തമാനമാവണം. അതുപോലത്തെ ഒരു നാവ് വേണം. എന്ത് പറഞ്ഞാലും
അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ സലാം ഖാനോട്. വലൈക്കും സലാം, സലാം അലൈക്കും, കൂലിയുണ്ടോ? എന്താണ് ഹബീബെ, സുഖമല്ലേ? അപ്പൊ അദ്ദേഹം ഇനി തിരിച്ചു പറയേണ്ട മറുപടി എന്താ? അൽഹംദുലില്ലാഹ്, സുഖാണ്. ഇത് ദിക്റാ. എന്താണ് ഹബീബെ അങ്ങേക്ക് സുഖല്ലേ എന്ന് ചോദിക്കുന്നത് അൽഹംദുലില്ലാഹ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർത്താനാണിത്. അദ്ദേഹം ദിക്ർ ചൊല്ലിയതോടുകൂടെ അൽഹംദുലില്ലാഹ് എന്ന ദിക്റിന്റെ സലാം പറഞ്ഞ് തുടങ്ങിയതിന്റെ ഇടയിലും വന്ന ആ മലയാള വാക്കും ദിക്റായി. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ പറ്റുന്ന എല്ലാ സംസാരങ്ങളും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വലിയ നേട്ടം അതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് വബദനുൻ അലൽ ബലാഇ സാബിർ. അല്ലാഹു തന്ന വേദനകളെ സഹിക്കുമ്പോ ഇത് അല്ലാഹ് തന്നതാണെന്ന തോന്നലോടെ ക്ഷമിക്കുന്ന ശരീരം. അല്ലാഹ് തന്നതാണെന്ന തോന്നലോടുകൂടെ ക്ഷമിക്കുന്നു, ആ തോന്നലിനനുസരിച്ച് വഴങ്ങിത്തരുന്ന ശരീരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തേത് വസൗജത്തുൻ ലാ തബ്ഗീഹി ഖൗലൻ ഫീ നഫ്സിഹാ വലാ മാലിഹി. താനില്ലാത്തപ്പോ തന്നെ വഞ്ചിക്കൂല, സമ്പത്തിലും സ്വന്തം ശരീരത്തിലും. അങ്ങനത്തെ ഭാര്യനെ കല്യാണം കഴിച്ചവനാണോ അവന് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കണ്ണിമ വെട്ടുന്നത് പോലും വഞ്ചനയില്ലാത്ത ഭാര്യ, അത് വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ ഭർത്താവ്. ഇതൊരു കാന്തിക ബന്ധത്തിന്റെ നിയന്ത്രണമാണ്. ഞാൻ എന്റെ വീട് വിട്ടു പോന്നാൽ എന്റെ പ്രിയപ്പെട്ടവള് വഴി പിഴക്കില്ല എന്ന ഒരു വിശ്വാസം മനസ്സിൽ കൊടുത്തത്, എന്റെ വീട് വിട്ടുപോയവൻ ഞാൻ ഇല്ലെങ്കിലും വഴി പിഴക്കില്ല എന്ന ഒരു വിശ്വാസം കൊടുത്തത് ഒരു കാന്തിക ബന്ധമാണ്. നല്ല ഭർത്താവ്, ഒരു ഭർത്താവിന് രാജാവിന്റെ കിരീടം പോലെയാ അവന്റെ ഭാര്യ. എന്താ പറഞ്ഞ? ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ ഒരു രാജാവിന്റെ കിരീടം പോലെ. എന്തൊരു എന്താ പറയാ, എന്തൊരു അന്തസ്സാണ്, എന്തൊരു ഭംഗിയാണിത്. മഹാന്മാർ ഈ അർത്ഥത്തിൽ ഒരു കുടുംബജീവിതത്തെ വർണ്ണിച്ചു. അങ്ങനെ ആയി തോന്നലുണ്ടോ നമ്മുടെ ഭാര്യ നമ്മുടെ കിരീടം പോലെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് എത്ര കാലം കഴിഞ്ഞാലും ആ അനുരാഗം. ചില വീടുകളിൽ ഉമ്മ ഇരിക്കെ ഉപ്പ മരിച്ചാലും ഉപ്പയും ഉമ്മയും കിടന്ന വൃദ്ധരുടെ റൂമിൽ ഉപ്പാന്റെ കട്ടില് ഉമ്മ കിടക്കുന്ന അതേ ഭാഗത്ത് തന്നെ ഉണ്ടാകും. ഉപ്പാന്റെ കസേര അവിടെ ഉണ്ടാകും. എത്ര കാലം കഴിഞ്ഞാലും ആ അനുരാഗത്തിന്റെ ഓർമ്മ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭാര്യ ഭർത്താവിന് രാജാവിന്റെ കിരീടം പോലെ വരും. സൂറത്തുൻ നിസാഇന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് മഹാനായ ഇസ്മാഈൽ ഹഖൽ ബറൂസവി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. വഅലമന്നൽ മർഅത സ്വാലിഹത ലിസൗജിഹാ. എപ്പോഴാണതെന്നറിയോ? ഭാര്യ സ്വാലിഹത്താകുമ്പോ. അവൾ നല്ലവളാണ് എങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ച് അവനും നന്നാവും. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടൊക്കെ സിനിമയൊക്കെ കണ്ട് നടന്ന ആളാണ് ഉസ്താദെ, എന്റെ കല്യാണം കഴിഞ്ഞോട് ഇതൊക്കെ നിന്നു, അവളൊരു ദീനിയായ കുട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാനും നന്നായി. ഞാൻ അന്ന് മുതലൊക്കെ ഈ നിസ്കാരമൊക്കെ തുടങ്ങിയത്. എത്ര ആളുകൾ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം. നല്ല പെണ്ണാണെങ്കിൽ അവൾ നന്നാക്കും. എന്തുകൊണ്ട്? വിവാഹത്തോടുകൂടെ അവന്റെ ഭാര്യ അവന്റെ ഉമ്മയെ പോലെ സമാധാനിപ്പിക്കാനും, അവന്റെ ടീച്ചറെ പോലെ പറഞ്ഞു കൊടുക്കാനും, അവന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ പോലെ സങ്കടങ്ങളിൽ ഒത്തുകൂടാനും എല്ലാത്തിനും അവള് മതി. അതിനൊരു സൗന്ദര്യമുണ്ട്, ആ സമ്പർക്കത്തിനൊരു സൗന്ദര്യമുണ്ട്. ഇന്നൽ മർഅത സ്വാലിഹത ലിസൗജിഹാ. സ്വാലിഹത്തായ പെണ്ണാണ് എങ്കിൽ അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് കൽ മലിക്കിൽ മുത്തവ്വജ് ബിദ്ദഹബി. സ്വർണത്തിന്റെ കിരീടം വെച്ച രാജാവിനെ പോലെ. കിരീടം എവിടെ ഇരിക്ക? രാജാവിന്റെ തലയില്. പെണ്ണ് തലേ കയറാ എന്ന് പറഞ്ഞ അങ്ങനെ തലേ കയറണം. എങ്ങനെ? സ്വാലിഹത്തായിട്ട് സ്വർണത്തിന്റെ കിരീടമായി തലേ കയറണം. അത് നല്ലൊരു തത്വമാണ്. ഇനി അവള് മോശമായാലോ? അവൾ മോശമായി കഴിഞ്ഞാൽ ഒരു പൂപ്പാടെ മുതുകില്, ഒരു വൃദ്ധന്റെ മുതുകില് വലിയൊരു ചുമടെടുത്ത് വെച്ച് അങ്ങനെ തായി വന്നാൽ മെച്ചമാ
രാജന്റെ ശിരസിൽ വെച്ച താജിന് തുല്യമാം. അതുപോലെ അവൾ ആയി വന്നാൽ പിന്നെ വൃദ്ധന്റെ മുതുകിൽ വച്ച ചുമടായി പൊന്നേ. തഴവന്ത് മനോഹരമായ രീതിയിലാണ് ഈ തഫ്സീർ പാടിത്തന്നത്. അത്രത്തോളം മുതുകിലെ ചുമടായി മാറി ഭാരം വീർപ്പുമുട്ടി. എങ്ങനെയും അതൊന്നും അങ്ങോട്ട് കഴിഞ്ഞാൽ മതി. അപ്പുണ്ട് സ്വർഗത്തിൽ ഇതേ ഭാര്യനെ തന്നെ അള്ളാഹു ഇണയാക്കി കൊടുക്കട്ടെ എന്ന് ഉസ്താദ് ദ്വാരക്ക. അപ്പുണ്ട് സദസ്സിലിരുന്ന് ഇക്ക ആമീൻ പറയണില്ല. എന്തേ? ഇവിടെ നിന്ന് കണ്ണടച്ചിട്ട് വേണം എനിക്ക് അവിടെ പോയിട്ട് ഉറങ്ങാൻ. അതവിടെ വേണ്ട ഉസ്താദേ, അതുകൊണ്ട് ഞാൻ ആമീൻ പറയില്ല. 100 ഞാൻ 200 രൂപ തരാം, പടച്ചവനെ വിചാരിച്ച് ദ്വാരക്കല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കണത് എപ്പോഴാ? ഈ മുതുകിലെ ചുമടായി നിൽക്കുമ്പോഴാ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇടയിലെ കെമിസ്ട്രി പോയി.